Blessed be the name of the Lord. ഈ ഹൂസ്റ്റൺ പട്ടണത്തിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank the Lord for enabling me to come to the city of Houston. വാത്സല്യ സഭയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. And I again thank the Lord for enabling me to come to this church one more time. ഏതാണ്ട് ഏകദേശം 2009 തോന്നുന്നു ഞാൻ ഇവിടെ വന്നിരുന്നു. പാസ്റ്റർ ക്ലെമൻ്റാണ് ഈ ദിവസം ഇവിടെ ശുശ്രൂഷകനായിട്ടുള്ളത്. In 2009 I came to this church once. അതിനുശേഷം ഒരു ലോങ് പീരീഡിന് ശേഷമാണ് ഞാൻ രണ്ടാമത് USA-ലേക്ക് വിസിറ്റ് ചെയ്യാനായിട്ട്. And after the 2009 visit, this is the second time I am coming to US. പ്രിയ അച്ഛനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഡൽഹിയിൽ വെച്ച് ഒരു കല്യാണത്തിന് ഒരുമിച്ച് കാണുവാൻ വീണ്ടും സഹകരിപ്പാൻ ദൈവം അവസരം ഒരുക്കി. And I thank the Lord for Brother George. We were together for a wedding in Delhi last time. അതുപോലെ തന്നെ പ്രിയ ജയൻ ചാനെ ഓർത്ത് തൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. And I also thank the Lord for Brother Jain and his family. ഡൽഹിയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി. And the Lord enabled him to come to Delhi where I live. ദൈവദാസന്റെ ഓർഡിനേഷനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ക്രമീകരിക്കാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ ചെറിയ ഭവനത്തിൽ അവിടെ ആയിരിക്കാനും കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. And in relation to his ordination, he was here with me for a few days and we could work together during that time. ഈ പട്ടണത്തിൽ ഇങ്ങനെ കർത്താവ് വരാൻ താമസിച്ചതിനാൽ നമുക്കൊരു പ്രാവശ്യം കൂടെ തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord because of the Lord's standing that he gave me one more opportunity to come here into this city. 1990 ഡൽഹിയിലേക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഭാഗ്യം നൽകി. The Lord had made me to go to New Delhi to North India in order to work in his vineyard in 1990. 3 വർഷക്കാലം കർത്താവിന്റെ വചനം പഠിക്കാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കി. And also the Lord had enabled me to work or to study in a Bible college for 3 years. അതിനുശേഷം ഞാൻ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഉത്തര ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിരിക്കാൻ കർത്താവ് അവസരത്തെ ഒരുക്കി. Afterwards, in the vineyard of the Lord, I have been in several parts of North India. ഞങ്ങൾ ഇപ്പോൾ കുടുംബമായിട്ട് താമസിച്ച് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഡൽഹിയിലായിരിക്കുന്നു. And with my family, I am stationed in Delhi, New Delhi now. ഞാൻ കുടുംബസ്ഥനാണ്. I am a family man. എൻ്റെ മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. My son is studying in 8th grade. ഞങ്ങൾക്ക് ഒരു ചെറിയ സഭ ഡൽഹിയിലുണ്ട്. We have a small church in New Delhi. പ്രിയ ജയൻ ചാൻ അറിയാം, ഞങ്ങൾ ചർച്ചിൽ കടന്നു വരികയും ദിവസം സംസാരിക്കുകയും ചെയ്തിരുന്നു. And Brother Jain knows about our church. അങ്ങനെ അനുഗ്രഹീതമായ നിലയിൽ നിങ്ങളോടൊപ്പം ഒരു പ്രാവശ്യം ഉണ്ടായിരിക്കാൻ കർത്താവ് സഹായിച്ചു. Hallelujah. ഇവിടെയുള്ള ദൈവദാസനെ തന്റെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ എല്ലാവരെയും ദൈവധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിനെ ശരണപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്കാധാരമായി മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ദൈവ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. For our meditation, let us go to Mark chapter 9 verse 5. പത്രോസ് യേശുവിനോട്, റബ്ബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ. ഇംഗ്ലീഷിൽ കൂടെ വായിക്കാമോ? Then Peter answered and said to Jesus, Rabbi, it is good for us to be here. And let us make 3 tabernacles. സമവീക്ഷണ സുവിശേഷം എന്നാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ സുവിശേഷങ്ങളെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നു. And the scholars of the gospel says that these are contemporary historical events. ഇതിന്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ മുൻപാകെ സമയമില്ല. I don't have much time to explain further about that. അതുകൊണ്ട് ദൈവം എൻ്റെ പക്കൽ ഏൽപ്പിച്ച ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. And I would like to conclude by saying what the Lord had enabled or entrusted within me to say to the church. പത്രോസ് യേശുവിനോട് പറഞ്ഞ നല്ല ഒരു വാചകമാണ് നാം ഇവിടെ വായിച്ചത്. And it is the spoken words of the Lord. പത്രോസ് യേശുവിനോട് പറയാണ്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. It is Peter who is speaking to Jesus these words. ഞാൻ ഈ ഭാഗം ഈ ദിവസങ്ങൾ ഇങ്ങനെ പ്രിയ ജയൻചാന്റെ വീട്ടിലിരുന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനും
And I was able to meditate on this verse during the last few days. എന്തുകൊണ്ടായിരിക്കാം പത്രോസ് ഈ ഒരു പദം യേശുവിനോട് പറഞ്ഞത്? I was wondering as to why did Peter say these words to the Lord Jesus ഒരു Christ. ചെറിയ തമാശ രൂപേണയാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുവിടാം. And in a jesting way, let me say this. സാധാരണ പത്രോസ് ഒരു കുടുംബസ്ഥനാണ്. Peter was a family man. വീട്ടിൽ ചെന്ന് അമ്മാമയായിട്ട് അടിയും പിടിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഇരിക്കുന്നത് നല്ലത്. And as a family man, he may have thought that it was better to be with Jesus and in his presence rather than to be with his wife and children at home. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞ് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇറ്റ് ഈസ് ഗുഡ് ടു ബി ഫോർ us to be in the presence of God. Hallelujah. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞാൻ എന്റെ നിഗമനം, അതുകൊണ്ടായിരിക്കാം പത്രോസ് പറഞ്ഞത് നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. I assume that it is because of this reason that Peter said, let us be here and it would be better for us. നിങ്ങൾ ശ്രദ്ധിക്കണം, 20 വർഷമായി ഞാൻ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കും. I have been in the vineyard of the Lord for the last 20 years. ഒരു വിപ്ലവമുള്ള പ്രസംഗത്തെക്കാൾ ഏറ്റവും അധികം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കേ പറഞ്ഞുള്ളെങ്കിലും ജനം അത് മനസ്സിലാക്കണം. I would like to, whatever I speak in the presence of God, I would like to go deep, and that I expect the children of God to understand the gravity of the word of God. നിങ്ങൾ എന്നെ മറന്നാലും ഈ മെസ്സേജ് നിങ്ങൾ മറക്കരുത്. Even if you forget me, you must not forget the message that is placed here. അതുകൊണ്ട് ദയവായിട്ട് ഉറങ്ങാതെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ശാന്തമായ അന്തരീക്ഷവും AC ക്ലൈമറ്റ്സ് ഒക്കെ ആയതുകൊണ്ട് we have a lot of chance to sleep. ഹിന്ദിയിൽ പറഞ്ഞ കരാട്ടയൊക്കെ മാറാൻ ഇങ്ങനെയൊക്കെ വലിക്കാനുള്ള നല്ല സന്ദർഭം ഉള്ളത് കൊണ്ട് വളരെ ശാന്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, പത്രോസ് പറയുന്നു ഇറ്റ് ഈസ് ഗുഡ് ഫോർ us to be in the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം ഇരിക്കുന്നത് നല്ലത് എന്നാണ് പത്രോസ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം പത്രോസ് ഇത് പറഞ്ഞത്? ഞാൻ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ശാന്തമായി പറഞ്ഞ് ആരാധിച്ച് ഈ മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കും. I would like to speak about the presence of God and what it is. ദൈവ സാന്നിധ്യത്തിൽ ഒരുവൻ ഇരുന്നാലുള്ള ഗുണമെന്താണ്? And what is the advantage for a person who sits in the presence of God? ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ഇരുന്നാലുള്ള ഗുണങ്ങൾ, the advantages of being in the presence of God. ദൈവ സാന്നിധ്യം നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? And how should we be able to discern the presence of God? ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യേകത, ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. And what are the importance of the presence of God? These are the 3 things I would like to tell you. ഇതൊരു 3 മാസം ഞാൻ എടുത്താൽ തീരാത്തൊരു സബ്ജക്റ്റ്. And if I could even go on preaching for 3 months, this still എങ്കിലും I would like to finish within 20 minutes. Hallelujah. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവ സാന്നിധ്യത്തിൽ ഒരുവൻ ഇരുന്നാലുള്ള ഗുണം. What is the advantage if you sit in the presence of God? The first point, transformation. The first is transformation. വ്യത്യാസം വരിക. Hallelujah. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? Hallelujah. Praise the Lord. Hallelujah. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു ടോട്ടലി ചേഞ്ചസ് ഉണ്ടാകുന്നത്. Whenever you sit in the presence of God, there will be a total transformation occur in your life. ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരിക്കൽ യേശുവിനെ കാണാൻ സക്കായി ആഗ്രഹിച്ചു. For an example, let me say about the story of Zacchaeus who wanted to see Jesus. യേശു അവനോട് പറയുന്നു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. Then Jesus is replying to him, I would like to come and sup with you in your home this. See, ഈ ചരിത്രം നമുക്കറിയാവുന്നതായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കയറി വരട്ടെ. Because we know the history, I don't want to explain further. സക്കായിയുടെ വീട്ടിൽ യേശു ക്രിസ്തു വന്നു. Into the house of Zacchaeus the Lord came. See, within a second സക്കായി പറയുകയാണ്, വല്ലതും ഞാൻ ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ തിരിച്ചു കൊടുത്തേ. A great transformation occurred in the lives of Zacchaeus, and without anybody telling him, he is saying, if I have deceived anyone, I will give back 4-fold. ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറഞ്ഞാൽ, ദൈവ സാന്നിധ്യത്തിലാണ് നാം ഇരിക്കുന്നതെങ്കിൽ
ആരെയും ചതിക്കാനോ ആരുടെയും കുറ്റം പറയാനോ ആരെക്കുറിച്ച് ദൂഷണം പറയാനോ നമ്മെ അനുവദിക്കാത്ത ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നതെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. You are in the presence of God, you will be convicted as not to cheat or do any harm to others or speak ill with your mouth. ദൈവ സാന്നിധ്യം നാം ഒന്ന് അനുഭവിച്ചറിയുമ്പോഴുണ്ടല്ലോ അതിൻ്റെ അകത്തുണ്ടാകുന്ന സന്തോഷം നമുക്കങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. There is unspeakable joy in the presence of God. മോശ ഹോരേബിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു. And Moses had experienced the presence of God in Mount Horeb. അവന്റെ കൈവശമുണ്ടായിരുന്ന മിസ്രൈമ്യ ജ്ഞാനവും മിസ്രൈമ്യ പണ്ഡിതവും സകലതും അവൻ ഉപേക്ഷിച്ച് കയ്യിൽ ഒരു വടിയുമായി അവൻ മിസ്രൈമിലേക്ക് ചെന്നു. All the scholarship and the learning of the land of Egypt had he left, and he is going into the presence of God only with a staff. സമയത്തിന്റെ ചുരുക്കം പോലും ഞാൻ പറഞ്ഞങ്ങ് വിടുക. നിങ്ങൾ എന്തെല്ലാം നേടിയാലും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അവിടെ വരുമ്പോൾ കിട്ടുന്നത് ഒരു വടിയാണ്. മനസ്സിലായോ? You have achieved in this world, you will receive only a staff as you enter into the presence of God. വടി എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അധികാരത്തെ കാണിക്കുന്നു. That staff shows authority. ദൈവ സാന്നിധ്യത്തിന്റെ നടുവിലാണ് അധികാരം ദൈവം നമ്മിലേക്ക് പകരുന്നത്. And it is in the presence of God that the Lord is transferring authority into our hands. ദൈവ സാന്നിധ്യവും അധികാരവും കൈമുതലാക്കിയിട്ടുള്ള ദൈവമൈതലേ, നിന്നെ തകർക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. And of God, you have to understand that since you enjoy the presence of God and have received authority from Him, no enemy can defeat you. ദൈവ സാന്നിധ്യവും അധികാരവും നമ്മിലുണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും ഏത് പ്രതികൂലങ്ങളെയും ഏത് സങ്കട സന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഒരു ദൈവകൃപയാണ് ദൈവാത്മാവ് നമ്മിലേക്ക് പകരുന്നത്. The presence of God, the Holy Spirit will pour upon you the grace to overcome anything. എനിക്കറിയാം ദൈവ സാന്നിധ്യം ഈ പകൽക്കാലം നമ്മുടെ നടുവിൽ വ്യാപരിച്ചിട്ടുണ്ട്. And I understand that the presence of God is in our midst this day. ദൈവമക്കളെ, നമ്മളെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന് തന്നെയാണ്. Child of God, we are brought into His presence to experience it. നാം ഇവിടെ വന്നത് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. And we have come here because there is the presence of God here. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. That is why Moses said, except your presence come with us. Praise God. Don't send us. അമേരിക്കയുടെ പട്ടണത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, ഞാൻ ഇവിടെ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു പോകുകയാണ്. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിന് നേരെ ഒന്നിനു പുറകെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമല്ലേ നമ്മെ മറച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ കരുണയല്ലേ നമ്മെ പരിപാലിക്കുന്നത്? ആ ദൈവത്തെ എന്തുകൊണ്ട് സ്തുതിച്ചുകൂടാ? Praise God. And God is not the grace of God, it is the mercy of God that had covered us when trials and tribulations have come, and that had made us victorious. And why aren't we praising God? Just you look at your background. നമ്മുടെ പുറമെയുള്ള ആ ചിന്തകളൊന്ന് ചിന്തിച്ചു നോക്കി. എത്രയോ പ്രാവശ്യം ഞാനും നിങ്ങൾ തകർന്നു പോകാമായിരുന്നു. Father God, as we reminisce in our lives, we will see that so many times we would have perished in our journey. എത്രയോ പ്രാവശ്യം നമുക്കെതിരെ അനർത്ഥങ്ങളുടെ വിത്തുകൾ ശത്രുവാകുന്നവൻ വിതച്ചു. And many times enemy had sown seeds of destruction before us. പക്ഷേ അതിന്റെ എല്ലാം നടുവിൽ ദൈവ സാന്നിധ്യമല്ലേ നാം അനുഭവിച്ചത്. But it is in the midst of all those that the presence of God had led us. ഡൽഹിയിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം, വളരെ തിരക്കേറിയ പട്ടണമാണ്. New Delhi is a very busy city. ഞങ്ങൾ അതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. As we travel through the busy streets of the city, we always praise God. അമ്മാമൻ, ഈ ദൈവ സാന്നിധ്യമാണ് നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞ് നടത്തുന്നത്. ഈ ദൈവ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Children of God, except for this presence of God, we would not have survived. എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാൽ there is no presence of God. ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ലെന്ന് പഠിക്കണം.
Regardless of how much you have amassed in this world, you are nothing without being in the presence of God. ഞാൻ പറഞ്ഞു വിട്ടേക്കാം. Hallelujah. ദൈവ സാന്നിധ്യത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, The second speciality or the importance of the presence of God. സന്തോഷത്തിന്റെ പരിപൂർണത ദൈവ സാന്നിധ്യത്തിലാണ്. And there is fullness of joy in His presence. ഈ ദൈവ സാന്നിധ്യം ഇല്ലാത്തവരുടെ മുഖം കാണുമ്പോൾ അറിയാം. Whenever we look at people's faces, we distinguish between the ones who have and who don't have the presence of God on their face. കടന്നല് കുത്തിയ മോന്ത കണ്ടിട്ടില്ലേ? And you know that those long faces that you are bitten by. ഇതുപോലെ ഇരിക്കും ദൈവ സാന്നിധ്യം ഇല്ലാത്തവരുടെ മുഖം. And the presence of God, if a person doesn't experience, he will have a long face. എന്തൊക്കെ തമാശകൾ പറഞ്ഞാലും എത്ര ചിരിക്കുന്ന കാര്യം പറഞ്ഞാലും ചിലരിങ്ങനെ മസിൽ പിടിച്ചിരിക്കും. And those people will not have the joy of the Lord reflected on their faces. നിങ്ങൾ ശ്രദ്ധിക്കണമേ. Hallelujah. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് The presence of God is അവിടെ ആ സന്തോഷത്തിന്റെ പരിപൂർണത. is where you experience the fullness of the joy of the Lord. അത് ഇന്റർനെറ്റിന്റെ മുൻപിൽ ഇരുന്നാൽ കിട്ടില്ല. That you won't get before sitting in a അത് ടിവിയുടെ മുൻപിൽ ഇരുന്നാൽ കിട്ടില്ല. that you won't receive by watching TV. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവന്റെ സന്നിധി സന്തോഷത്തിന്റെ പരിപൂർണതയും അവന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Some say that there is fullness of joy in His presence, and in His right hand side there is a great shouting of joy. ഈ സന്തോഷം അനുഭവിച്ച ഒരുവളാണ് ശമര്യക്കാരത്തി സ്ത്രീ. One of the people in the Word of God who experienced this presence of God is the Samaritan. I don't think she was a prostitute. Hallelujah. അവളൊരു വേശ്യയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. I don't think she was a harlot. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവളൊരു വേശ്യയായിരുന്നുവെങ്കിൽ അവൾ വന്ന് ശമര്യ ദേശത്തോട് പറഞ്ഞ സുവിശേഷം അംഗീകരിക്കാൻ ഒരുപക്ഷെ പലർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. Let me reason with you in this regard that if she were a harlot in her life, it would have been difficult for her to speak and convince the good news of the seeing of the Messiah to the people. ട്രാൻസ്ലേറ്ററും കൂടെ എൻ്റെ പകുതി സമയം എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് വിമ്മിഷ്ടപ്പെടുക ഞാൻ. സോറി, നിങ്ങൾ ക്ഷമിക്കണം. ശ്രദ്ധിച്ചേ, ഈ ശമര്യക്കാരത്തി സ്ത്രീ, അവള് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. യേശു പറഞ്ഞു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഇതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വന്ന് എന്റെ മെസ്സേജ് അവസാനിപ്പിക്കാം. The word of God says about the background of this woman. ഈ 5 ഭർത്താക്കന്മാർ ആരായിരുന്നു? Who were the 5 husbands she had? ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് പറയുന്നത് ആരെയാണ്? Who is the one that she lives with? The Lord says he is not your husband. യെശയ്യാവിന്റെ പുസ്തകം നാം പഠിച്ചാൽ, When we learn the book of Isaiah, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ സൃഷ്ടാവ് നിന്റെ ഭർത്താവ്. your creator is your husband. നിന്റെ സൃഷ്ടാവ് നിന്റെ ഭർത്താവാണെങ്കിൽ, If your creator is your husband, ശമര്യയുടെ ചരിത്രം നാം പഠിച്ചാൽ, if we examine the history of Samaria, 5 ദൈവങ്ങൾ ഉള്ള ബഹുവിധ ദൈവങ്ങളാൽ നിബിഡമായ ഒരു നല്ല ദേശമാണ് ശമര്യ ദേശം. and Samaria had several gods for them. ഈ ദൈവങ്ങളുടെ എല്ലാം പുറകെ പോയി അവർക്കെല്ലാം വെള്ളം കോരി കൊടുത്തവളാണ് ഈ ശമര്യക്കാരി. And we know that this woman had served all the gods that they worship in Samaria. പക്ഷേ ഈ ദൈവങ്ങൾക്കെല്ലാം വെള്ളം കോരിയിട്ടും ജീവിതത്തിൽ അസമാധാനം മാത്രമാക്കി നിൽക്കെ ഒരു സുപ്രഭാതത്തിൽ അവൾ യേശുവിനെ കണ്ടുമുട്ടുകയാണ്. But even after all this serving of God, she is still unhappy and she is finding the Messiah one morning. അവൾ യേശുവിനെ കണ്ടുമുട്ടി. She had met the Lord Jesus. യേശു അവളോട് പറഞ്ഞത്, And Jesus said to her, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. you had 5 husbands. ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവ്. The one whom you stay with is not your husband. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, That means ശമര്യക്കാരത്തി സ്ത്രീയെ, നിനക്ക് 5 ഭർത്താക്കന്മാർക്കുണ്ട്, നിനക്ക് 5 ദൈവങ്ങളുണ്ട്. That means you had 5 different gods. അവർ നിന്റെ ഭർത്താക്കന്മാരാണ്. They were your husband. പക്ഷെ ഇപ്പോഴുള്ളവനോ എന്ന് വെച്ചാൽ നിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ ഞാൻ നിന്റെ ഭർത്താവായിട്ടില്ല. But this one, the true God, had
may become your husband. അതാകണമെങ്കിൽ നീ നിന്റെ ഹൃദയത്തിന്റെ കവാടം എനിക്ക് വേണ്ടി തുറക്കണം. For that you have to open the gates of your heart to me. സകലത്തിന്റെ സൃഷ്ടിതാവും സകല ചരാചരങ്ങളുടെയും ഉടയവനുമായവൻ അവളുടെ ഭർത്താവായി കഴിഞ്ഞപ്പോ അവൾ മറ്റുള്ള ദൈവങ്ങൾക്ക് വേണ്ടി കോരിയ ആ കൂപത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ട് ശമരിയ പട്ടണത്തിലേക്ക് ചെന്ന് വിളിച്ചു പറയുകയാണ്, സാക്ഷാൽ നാഥനായവനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുകയാണ്. And when she found the true Messiah, she left the water pots and ran towards the town and said, I have seen the Messiah. സന്തോഷത്തിന്റെ പരിപൂർണത ലഭിക്കുവാൻ കഴിയാതെ പല ദൈവങ്ങളുടെയും പുറകെ ഓടി അവൾ പറയാ, ഇപ്പോഴാണ് ഞാൻ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നത്. The man who ran after other gods but finding no joy says she has the fullness of joy now. എന്താ സമാധാനം എന്ന് പറഞ്ഞാൽ? What does it mean to say peace? സമാധാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, The meaning of the word peace is, ചിലരൊക്കെ സാക്ഷി പറയുമ്പോൾ കേട്ടിട്ടില്ലേ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ ഒരു സമാധാനവും ഇല്ലായിരുന്നു, സന്തോഷവും ഇല്ലായിരുന്നു. some sisters may say the testimony that there was no joy or peace in her home last ഞങ്ങൾ week. അച്ഛൻ സമയത്തിന് വീട്ടിൽ വരത്തില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു. And I did not experience any peace in my home. മക്കളെ കൊണ്ട് ഒരു സമാധാനമില്ല And the children are not giving me peace either. എന്നൊക്കെ പറഞ്ഞ സാക്ഷി കേട്ടിട്ടില്ലേ? We have heard those എന്താ testimonies. സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? Do you know what the meaning of the word peace is? സമാധാനം എന്ന് പറഞ്ഞാൽ യോജിപ്പെന്ന. Peace means unity. അതുകൊണ്ടല്ലേ സമാധാന കരാറിൽ ഒപ്പുവെച്ചു എന്ന് വെച്ചാൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ തമ്മിൽ യോജിപ്പിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു എന്നാണ്. That is why we say that warring parties will come and sign a peace treaty. അപ്പൊ സാക്ഷി പറയുന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയോ? അച്ഛനും അമ്മാമ്മയ്ക്കും എന്തില്ല ഒന്ന് പറഞ്ഞ ദൈവമക്കളെ, ഇവിടെ ഉള്ളവർക്ക് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. Praise the Lord. Hallelujah. ശ്രദ്ധിച്ചേ, എത്രയോ വിയോജിപ്പുകൾ, എത്രയോ സമാധാന കേടുകൾ ഇവൻ നമ്മുടെ പെന്തക്കോസ്ത് കുലത്തിന്റെ അകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിക്കണമെങ്കിൽ, അവന്റെ വലത്തുഭാഗത്തുള്ള പ്രബോധങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ ദൈവാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. Child of God, in order to enjoy peace and unity in your home, you have to come into the presence of God. അടുത്തത് ദൈവ സാന്നിധ്യം കൊണ്ടുള്ള അടുത്ത നേട്ടം, And what is the next advantage of having the presence of God in your life? ശത്രുവിന്റെ മേൽ ജയം ദൈവ സാന്നിധ്യത്തിന്റെ മുകളിൽ കൂടെ നാം പകരുന്നു. And upon the presence of God, you will get victory over. ദൈവ സാന്നിധ്യം കൊണ്ടാണ് നാം ശത്രുവിനെ ജയിക്കുന്നത്. By the presence of God that we overcome the enemy. അമേരിക്കയിൽ ഇതിനു മുൻപ് നടത്തിയ ഒരു റിസർച്ച് ഞാൻ കാണുവാനാണ്. I have read a research that was conducted. അവര് 800 മീറ്റർ നീളമുള്ള ഒരു ഫോസിൽ കണ്ടെത്തി. They have found a fossil that was about 800 meters long. 800 മീറ്റർ എന്ന് പറയുമ്പോൾ എഴുതിയിരിക്കുന്നത് ഏകദേശം 1 കിലോമീറ്ററിന് 200 മീറ്റർ കുറവ്, അങ്ങനെയാണ് 800 മീറ്റർ. That's 0.8 kilometers. അപ്പം ഒരു 1 കിലോമീറ്റർ നിങ്ങൾ ഉദ്ദേശിച്ചോളൂ. 1 കിലോമീറ്റർ നീളവും വീതിയുമുള്ള ഒരു ഡ്രാഗൺ, അതിന്റെ ഒരു ഫോസിൽ അവർ കണ്ടെത്തി. And just imagine how big is this 0.8 kilometers long fossil. ഇവര് ഇതിനെ ആനിമേഷൻ കൊടുത്തു, ആനിമേറ്റ് ചെയ്തു. And they had animated this fossil. ഇതിന്റെ രൂപവും ഭാവവും അതിന്റെ വികൃതിയും ഒക്കെ കണ്ടപ്പോൾ ഇവർ അതിന്റെ പേരിട്ടു ലൂസിഫർ. And then they gave this name Lucifer. ഇതെന്റെ പ്രസംഗമല്ല, അമേരിക്കക്കാർ കണ്ടുപിടിച്ച ഒരു ഡിസ്കവറിയുടെ ഒരു കാര്യം ഞാൻ പറയാം. Hallelujah. ശ്രദ്ധിച്ച്, ഈ ഡ്രാഗൺ അവർ ലൂസിഫർ എന്ന് പേരിട്ടു. And they gave this animated fossil the name Lucifer. ഇത് ഭയങ്കര ചിറക് വിടർത്തുന്ന, ഭയങ്കര കോലാഹലമുണ്ടാക്കുന്ന ഒരു വലിയ ഡ്രാഗനെ അവര് ആനിമേറ്റ് ചെയ്ത് പുറത്തിറക്കി. And when they animated it, it became a very fierce creature. എന്നാ പേരെന്നറിയാമോ? ലൂസിഫർ. They gave this creature the name ഇനി Lucifer. എന്റെ ചിന്തയിലേക്കൊന്ന് ഞാൻ പറയട്ടെ. Let me come back to my thought. ഇതാണെന്ന് വെച്ചോ ലൂസിഫർ. Even if you think Lucifer is നിങ്ങൾ that, ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, ഡൽഹിയിൽ നിന്ന് വന്ന പാസ്റ്റർ ഇങ്ങനെ പഠിപ്പിച്ചു, അങ്ങനല്ല. ഇത് വീഡിയോയിൽ പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളാം. ഇതാണെന്ന് വെച്ചോ ലൂസിഫർ.
Let's assume for a moment that this Lucifer is this fierce and big. ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചത് ശത്രുവിന്റെ മേൽ ഒരു വിജയം കൈവരിക്കാൻ. The Lord had appointed us in this world in order to overcome the നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ശത്രു എത്ര വലിയതാണ്? 800 മീറ്റർ നീളമുള്ള, ഉയരമുള്ള, വീതിയുള്ള ശക്തനായ ഒരു ഡ്രാഗനാണ്, ലൂസിഫറാണ് നമ്മുടെ മുൻപിൽ. Let's assume that our enemy is this 800-meter long Lucifer. ഇതിനെ ജയിക്കാൻ വെറും 6.5 അടി ഉയരമുള്ള സ്കെൽറ്റായ ഒരു ചെറിയ മനുഷ്യനെയാണ് ആര് സൃഷ്ടിച്ചത്? ദൈവം സൃഷ്ടിച്ചത്. And the Lord had created a human being 6 feet long, tall, in order to counter this fierce enemy. എന്നിട്ട് ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഈ സത്വത്തെ നീ ജയിക്കണം. Then the Lord had commanded him to get victory over this enemy Satan. ജയിക്കാൻ പറ്റുമോ? Are we able to overcome Lucifer? ജയിക്കാൻ പറ്റുമോ ദൈവമക്കളെ? Can we get victory over എന്റെ മെസ്സേജിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ജയിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. Hallelujah. ഈ ചെറിയ മനുഷ്യനെ നോക്കി ഈ ഡ്രാഗൻ വെല്ലുവിളിക്കുകയാണ് ദൈവത്തോട്. നീ ഉണ്ടാക്കിയ ഈ മനുഷ്യൻ, ഞാനൊന്ന് ഊതിയാൽ പറക്കുന്ന ഈ മനുഷ്യനെ ഇവൻ എന്നെ ജയിക്കുമെന്നോ അതോ ഞാൻ ഇവനെ ജയിക്കുമെന്നോ? ദൈവമേ, നീ അങ്ങ് പറ. And even Satan is questioning God as to who is going to win this small creature, man or me. ദൈവത്തിന് മനസ്സിലായി ഈ മനുഷ്യനെ കൊണ്ട് ഈ വലിയ സത്വത്തെ ജയിക്കുവാൻ സാധ്യമല്ലവേ അല്ല. The Lord understood that a man by his own power cannot overcome the enemy Satan. മനസ്സിലാക്കിയ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? Do you know what did the Lord do? ഇനി എന്റെ ദൈവത്തിന്റെ വലിപ്പം കൂടെ ഞാനൊന്ന് പറയാം. Let me also say that സ്വർഗ്ഗം അവന്റെ സിംഹാസനം, and the heaven is his throne, ഭൂമി അവന്റെ പാദപീഠം. and this earth is his footstool. സ്വർഗ്ഗം സിംഹാസനമായിരിക്കുന്ന, ഭൂമി പാദപീഠമായിരിക്കുന്ന ഈ സർവശക്തനായ ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുവാനിടയായി. This great mighty God had come down into this world, into us. അതുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ. And that is why in Galatians it is written that the hope of glory Jesus is with us. ഈ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ ശത്രു നമ്മെ ജയിക്കുവാൻ അവൻ അനുവദിക്കുകയില്ല. അവൻ എത്ര ശക്തനായിക്കൊള്ളട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, ദൈവ സാന്നിധ്യത്തിന്റെ മറവിലിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ തകരാൻ അവൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാട്ടെ. നിന്റെ പടക് മുങ്ങുവാൻ അവൻ അനുവദിക്കുകയില്ല. നീ താളടിയാകുവാൻ അവൻ അനുവദിക്കുകയില്ല. നിന്റെ ഓളങ്ങൾ തിരമാലകൾ മുക്കുവാൻ ശ്രമിച്ചാലും അവൻ എത്ര ശക്തിയോട് ശത്രു നിനക്കെതിരെ പടവാൾ ഉയർത്തിയാലും നീ തകരുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ്. Glory to God. Hallelujah. അതുകൊണ്ട് പത്രോസ് പറയുക, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. That's why Peter says it is better for us to be here. എത്ര മനോഹരമായ ദൈവവാക്യം. This is a very beautiful verse. ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നാം ഇരുന്നാൽ, If we sit in the presence of God. 91 സങ്കീർത്തനം 5 വാക്യം 1 വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു, Psalm 91 verse 1. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും, The one who dwells in the presence of ദൈവത്തിന്റെ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെയുള്ളവനെ കുറിച്ച് അതേ സങ്കീർത്തനം പറയാം, അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. നീ ഉയർത്തപ്പെടുവാൻ ആരുടെയും മുഖത്ത് നോക്കേണ്ട കാര്യമില്ല. അവന്റെ മറവിൽ, അവന്റെ സാന്നിധ്യത്തിന്റെ മറവിലാണ് ദൈവമൈതലേ നീ ഇരിക്കുന്നതെങ്കിൽ നിന്റെ ജോലിക്കെതിരെ, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ ഉയർത്തുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ നിർവീര്യമാക്കി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ളവൻ ഇന്ന് പകൽക്കാലം വരെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ ആഴങ്ങൾ നിങ്ങളുടെ
ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ പോവുകയാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ മറവിലാണ് നിൽക്കുന്നതെങ്കിൽ നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആരോടാകുമെന്ന് എനിക്കറിയില്ല. എത്രയോ നാളായി നിനക്കത് ശത്രു പടവാൾ ഉയർത്തിയിട്ട് നിനക്കതിനെ അവന്റെ ശക്തികളും തന്ത്രങ്ങളും അഴിച്ചുവിടുവാൻ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി ഇത് അവസാനിക്കുന്നില്ലയോ എന്ന് ചോദ്യവുമായി ഇന്ന് മുതൽക്കാലം ദൈവപാദപീഠത്തിലായിരിക്കുന്ന ദൈവമൈതലേ, നിന്നോട് ദൈവാത്മാവ് ഇടപെടുന്നത്. നിനക്ക് വേണ്ടിയ ഈ നൂറ് ദൈവാത്മാവിനെ ഒരുക്കിയത് നിന്നെ ദൈവാത്മാവ് വിടുവിച്ചു കൊണ്ടിരിക്കുന്ന പകൽക്കാലമാണ്. അവന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്, അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ട്, ആ ദൈവത്തിന് ഇന്ന് മുതൽക്കാലം മഹത്വം കൊടുത്താട്ട്, നമ്മുടെ ആത്മാവിനെ ഇന്ന് മുതൽക്കാലം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്, ശക്തമായി കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. യെസ് യെസ്. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവേ, തന്റെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, ആ ദൈവ സാന്നിധ്യത്തിന്റെ ബോധത്തിൽ ഓരോ ദിവസം കഴിയുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം വചനം കേട്ട സകല പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസനോടും സഭയോടും വിശേഷാൽ പ്രിയ ജോണച്ചാനോടുമുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടുമായി